ഹായ് ഗായ്സ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിന്ന് സോഷ്യൽ സയൻസിന്റെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ സയൻസും ബാക്കിയുള്ള അതൊക്കെ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് ഞാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇറക്കുന്നതായിരിക്കും. അപ്പം ഇതിൽ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അധികം ഒന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, ഒരു 6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ ചാപ്റ്ററുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, യൂറോപ്പിലെ ഫ്യൂഡലിസത്തിന്റെ തകർച്ച. എന്തുകൊണ്ടാണ് യൂറോപ്പിലെ ഫ്യൂഡലിസം എന്ന് പറയുന്ന സംഭവം തകർന്നത്? ഫ്യൂഡലിസം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഫ്യൂഡലിസം എന്തോന്നാണ്? കുറെ ആളുകൾ, ഫ്യൂഡൽ പ്രഭുക്കന്മാര് നമ്മുടെ കർഷകരുടെ ഭൂമിയൊക്കെ പിടിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടിനെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഈ ഫ്യൂഡലിസം തകരാനായിട്ടുള്ള കാരണം എന്തോന്നാണ്? നമ്മുടെ ആ ഒരു കാലഘട്ടത്തില് മധ്യവർഗത്തിന്റെ വളർച്ച, അതായത് ബാക്കിയുള്ള നവോത്ഥാനം എന്ന് പറയുന്ന സംഭവം മൂലമാണ് എന്തുണ്ടായത്? ഫ്യൂഡലിസം തകരാനായിട്ട് ഉള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മാർട്ടിൻ ലൂതറിനെയൊക്കെ പറ്റി അറിയാം. നമ്മുടെ യൂറോപ്പിലെ നവീകരണ കാലത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. അദ്ദേഹം കത്തോലിക്ക സഭയെ വെല്ലുവിളിച്ച കാര്യം എന്തോന്നാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ വെല്ലുവിളിച്ചതെന്ന് വെച്ചാൽ, ആ ബൈബിൾ, അവരുടെ കയ്യിൽ ഒരൊറ്റ ബൈബിൾ മാത്രമേ ഉള്ളൂ. ആ ബൈബിളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് സത്യം എന്നാണ് പറയുന്നത്. ഈ ബൈബിൾ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കൂല, അവരുടെ കയ്യിൽ തന്നെ മാത്രം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തത്? മാർട്ടിൻ ലൂതർ വെല്ലുവിളിച്ചത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തത്വങ്ങൾ? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. പിന്നെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 18-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? നമുക്കറിയാം, നമ്മുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള മേഖലയിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? 18-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം കൊണ്ടുവന്നത്. എന്താണ് വ്യാവസായിക വിപ്ലവം? വ്യാവസായിക വിപ്ലവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യന്ത്രങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് സാധനങ്ങൾ നിർമ്മിക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. കൂടുതലും ജനങ്ങൾ ഉപയോഗിക്കുന്ന മതം ഏതാണ്? ഏത് മതമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹിന്ദു മതമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്, യൂറോപ്പിലെ മധ്യ കാലഘട്ടത്തിലെ ഇരുണ്ട കാലഘട്ടം ഏതാണ് എന്നുള്ളത്? പുരാതന ഗ്രീക്ക് റോമൻ കാലഘട്ടമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററിയിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് അടിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കുറവാണെന്ന് വിചാരിക്കേണ്ട. കൂടുതൽ ക്വസ്റ്റ്യൻസും ജോഗ്രഫിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. നമുക്കിനി ജോഗ്രഫിയിലേക്ക് നോക്കാം. അപ്പം ജോഗ്രഫിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കാനായിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയെ പറ്റി പഠിക്കണം. ഇന്ത്യയിലെ ലാൻഡ് ബൗണ്ടറീസിനെ പറ്റിയിട്ട് നോക്കണം. അതേ നോക്കിയേ, ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറീസ് എത്ര എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? 15,200 ആണ് നമ്മുടെ ലാൻഡ് ബൗണ്ടറി എന്ന് വരുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലുള്ള 2 തരത്തിലുള്ള ക്രോപ്പുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റാബിയും ഖാരിഫും. ഇത് ഏതേത് മാസങ്ങളിലാണ് വിളയുന്നത്? റാബി എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് നവംബർ മാസങ്ങളിലും, ഖാരിഫ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിളയുന്നത്. പിന്നെ നമ്മൾ ചോദിച്ചത് വീറ്റ്, നമ്മുടെ ഗോതമ്പ് വിളയുന്ന ആ ഒരു മണ്ണ് ഏതാണ്? നല്ല നീർവാഴ്ചയുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണിലാണ് എന്ത് വിളയുന്നത്? ഗോതമ്പ് വിളയുന്നത്. പിന്നെ അടുത്ത്, നമ്മുടെ ഗോതമ്പിന് എത്രത്തോളം വെള്ളം ആവശ്യമാണ്? ആനുവൽ റെയിൻഫോൾ എത്രയാണെന്ന് ചോദിച്ചാൽ 75 തൊട്ട് 100 സെന്റിമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വേണ്ട വെള്ളം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത്, നമ്മുടെ ഗംഗയുടെ 2 ചെറുനദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യമുനയും ഗോദാവരിയും. നോക്കി വെച്ചേക്കാം. പിന്നെ നമുക്കറിയാം, ബുദ്ധിസത്തിന്റെ ഒരു പ്രതീകം ഏതാണെന്ന് ചോദിച്ചാൽ സ്തൂപയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ടൈം എത്രയാണ്? 82.5 വെസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയിലും ജോഗ്രഫിയും ചോദിച്ച വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് പോവാം. നമ്മുടെ മാപ്പ്, ഞാൻ പറഞ്ഞു, മാപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എല്ലാവരും പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ നോക്കിക്കേ, ഒന്നാമതായി ചോദിച്ചേക്കാണ് ദേ ഈ ഒരു ഇമോജി. നമ്മൾ മാപ്പ്, ഇന്ത്യയിലെ മാപ്പും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഏറ്റവും മുകൾ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർത്ത് ഭാഗം എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? നോർത്ത്. ആ ഒരു നോർത്ത് ഭാഗമാണ്. അപ്പൊ ഈ നോർത്തിന്റെ പ്രത്യേകത എന്താണ്? നിരവധി മലകളെല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നോർത്ത് എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഏതാണുള്ളത്? ഏറ്റവും വലുത് ഹിമാലയ ആണ് ഉള്ളത്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്,
ഇവിടെയുള്ള ഈ എ എന്ന് കൊടുത്തേക്കുന്ന എന്താണ് ഗ്രേറ്റർ ഹിമാലയയിലുള്ള മൗണ്ടെയിൻ ഏതാണ്? അതായത് നമുക്കറിയാം ഗ്രേറ്റർ ഹിമാലയയിലുള്ള ഒരൊറ്റ മൗണ്ടെയിനേ ഉള്ളൂ. അത് ഏത് മൗണ്ടെയിൻ ആണ്? കാഞ്ചൻജംഗ എന്ന് പറയുന്ന മൗണ്ടെയിൻ ആണ് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയ. ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുമ്പോൾ ഈ സാധനമാണ്. അത് കഴിഞ്ഞ് ഇത്, അത് കഴിഞ്ഞ് ഇത്. മനസ്സിലായോ? ആദ്യം ഇത്, രണ്ടാമത് ഈ വരയിൽ പോകുന്നത്, മൂന്നാമത് ഇത്. അപ്പം ഗ്രേറ്റർ ഹിമാലയയിലുള്ള ഒരേ ഒരു പീക്ക് ഏതാണ്? നമ്മുടെ കാഞ്ചൻജംഗയാണ്. അപ്പൊ നിങ്ങൾ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന് നല്ല രീതിയിൽ വായിച്ച് നോക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെസ്റ്റേൺ ഗട്ട്സിലൂടെ ഒഴുകുന്ന ഒരു നദി ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സിലൂടെ ഒഴുകുന്ന രണ്ട് നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ് വെസ്റ്റേൺ ഗട്ട്സിലൂടെ ഒഴുകുന്ന രണ്ട് നദികളായിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ടുള്ളത് ഇതേ നോക്കിക്കേ. ഈ ഒരു ഇതില് പെനിൻസുലർ പ്ലേറ്റുവിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് പെനിൻസുലർ പ്ലേറ്റു എന്ന് ചോദിച്ചാൽ മൈദ്രൻ ഹിൽസ് ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഈ ഒരു ഇമേജിലുള്ള മൗണ്ടെയിൻ റേഞ്ചിലെ എം ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യാനായിട്ട് ചോദിച്ചതാണ്. എം എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതായിരിക്കും? ശിവാലിക് റേഞ്ച് ആയിരിക്കും. ഇത് ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് നിന്ന് കിട്ടും. ശിവാലിക്കാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഇവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എം എന്ന് പറഞ്ഞ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. മാപ്പ് വായിച്ച് പഠിച്ചാല് ഒരു രക്ഷയും ഇല്ല കേട്ടോ. പിന്നെ അടുത്ത് ഡാഷ് റിവർ ഫോളോയിങ് വിത്ത് സസ്കർ ആൻഡ് ലഡാക്ക്. സസ്കറിന്റെ കൂടെയും ലഡാക്ക് കൂടെ പോകുന്ന ഒരു നദി ഏതാണ്? ഏത് റേഞ്ച് ആണ്? സസ്കർ ലഡാക്ക് നമ്മൾ പഠിച്ചായിരുന്നു. സസ്കർ ലഡാക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഇൻഡസും കാരക്കോരം റേഞ്ചസും ആണ്. ഓക്കെ, നിങ്ങൾ ആ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ചാപ്റ്ററിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആ ഒരു ജോഗ്രഫിയിൽ ആ ഒരു മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവം നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ ഇതിന്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വരച്ചു തന്ന മാക്സിമം പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ജോഗ്രഫിയിൽ ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഞാൻ പഠിക്കും. അതിനകത്ത് നമുക്ക് ഷോർട്ട് ആൻസേഴ്സും പഠിക്കാം, ലോങ് ആൻസേഴ്സും പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക. ഓക്കെ.